ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഉണ്ണിയുടെ നൂലിയെട്ടിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ആദർശമായിട്ട് നേരെ എൻ്റെ പാടെ കൂടെയൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടി നോക്കാൻ കേട്ടോ. ഉണ്ണീനെ അച്ഛനും ഉമ്മർത്ത് ഇങ്ങനെ എടുത്തിരിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയും കൂടിയിട്ട് വെറുതെ നമ്മുടെ ഈ സൈഡിലേക്ക് പോയി നോക്കണം, വീടിൻ്റെ സൈഡിലേക്ക്. അപ്പോൾ നമ്മൾ പരിപാടിക്ക് സ്റ്റേജ് കെട്ടാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ ഒരു സൈഡിലായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ നിറച്ച് വിറകെടുത്ത് വെച്ചേക്കാണ്. ഇതാണ് എനിക്ക് ഏറ്റവും വിഷമമുള്ളൊരു കാര്യമായത് കേട്ടോ. ഈ വിറക് ഇവിടുന്ന് മാറ്റാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. കാരണം കുറേ വിറക് വെച്ചിട്ടുണ്ട്. അത് കാരണം ഇതിപ്പം കട്ടണ കാര്യം പോസിബിൾ അല്ല. അപ്പൊ സ്റ്റേജ് അവിടെ കിട്ടുന്നുള്ളൊരു വിഷമവും ഭയങ്കര കൺഫ്യൂഷനായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എന്റെ കല്യാണത്തിന് തലേ ദിവസത്തെ സ്റ്റേജൊക്കെ ഇത് ഈ ഭാഗത്തായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അവിടെ പറ്റില്ല. അപ്പൊ അവിടെ അച്ഛനെ തെങ്ങും തൈയും പിന്നെ അല്ലറ ചില്ലറ പച്ചക്കറികളൊക്കെ വെച്ചിട്ട് അവിടെ ഫുള്ള് അങ്ങനത്തെ ഐറ്റംസ് ആണ്. പിന്നെ ഇതേ അച്ചാച്ചൻ്റെ അടുത്ത് ഇരിക്കാട്ടുണ്ട്. ഉണ്ണിയുടെ പനിയൊക്കെ മാറി. അപ്പൊ ഇന്ന് അവനെ എണ്ണ തേച്ച് കുളിപ്പിക്കാന്ന് നമ്മ പറഞ്ഞിട്ടുണ്ടായിട്ടോ. അപ്പൊ അവനിവിടെ കൊണ്ടു കിടത്തിയപ്പോ അവന്റെ ഇങ്ങനെ കളിക്കാനുള്ള ഒരു ഇതിലാണ് കേട്ടോ. ഇപ്പൊ അവന്റെ പനി മാറിയപ്പോ എനിക്കാണ് മൂക്കടപ്പും തുമ്മലും ജലദോഷമൊക്കെ എനിക്കാണ് പിടിച്ചേക്കുന്നത്. അങ്ങനെ അമ്മ അവനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവന്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കാൻ കേട്ടോ. ഉണ്ണിക്ക് പനി പിടിച്ചാൽ പിന്നെ അവനെ നമ്മളെപ്പോഴും ചൂടുവെള്ളത്തിൽ മുക്കി തുടക്കി മാത്രമായിട്ട് ചെയ്തായിരുന്നത്. അപ്പൊ ഇന്ന് അവൻ എണ്ണ തേച്ച് കുളിപ്പിക്കാൻ കൊണ്ടുപോവാണ്. അപ്പൊ പിന്നെ ഞാനും ഇതൊക്കെ തലമുടിയിലൊക്കെ ഒന്ന് എണ്ണ തേച്ചിട്ട് പിന്നെ ഷാമ്പു ഇട്ടിട്ട് കണ്ടീഷണർ ഇടാന്ന് വിചാരിച്ചു. മുടിക്ക് ആകെ എന്തോ പോലെ എന്റെ കണ്ടീഷണർ കഴിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇന്നലെ പ്യാരിയെ പോയപ്പോ ഒരു കണ്ടീഷണർ പുതിയത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് നിൽക്കാൻ കേട്ടോ. പിന്നെ ഇതേ അമ്മ ഉണ്ണീനെ എണ്ണയൊക്കെ തേച്ചിട്ട് അവനെ മസാജ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഇന്ന് എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. ഞാൻ പല്ലിക്കാൻ വേണ്ടിയിട്ട് ഇത് വാഷ് ബേസിൻ്റെ അവിടെ പോയപ്പോൾ വെള്ളം കിട്ടുന്നില്ല. നോക്കുമ്പോൾ അച്ഛൻ മുകളിൽ ടാങ്ക് ക്ലീൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അച്ഛൻ അതിൻ്റെ പരിപാടി ഞാൻ നോക്കുമ്പോൾ വേറെ എവിടെയും വെള്ളം ഇല്ല കേട്ടോ. അവരെ വെള്ളം തപ്പിയോണ്ട് നടക്കുകയാണ്. പിന്നെ ഇതേപ്പോഴേക്ക് മാതൃശ്ശേരി അമ്പലത്തിൽ പോയിട്ട് തൊഴുതു വന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാനൊക്കെ പറയാനുണ്ട് ഞാൻ. അപ്പോൾ ചേട്ടൻ ഒരുമിച്ച് ചായ കുടിക്കാൻ നീ വേഗം പല്ല് വെച്ച് വരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അച്ഛൻ വെള്ളം തപ്പി നടക്കല്ലേ. അങ്ങനെ കുറച്ച് വെള്ളം കിട്ടിയപ്പോൾ ഞാനിതേ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഇരുന്നിട്ട് പല്ല് വയ്ക്കാൻ കേട്ടോ. മുന്നൊക്കെ ഇവിടെ ഇരുന്നിട്ടൊക്കെ തന്നെയാണ് പല്ല് വെച്ചേരുന്നത്. പിന്നെയെന്ന് പറയുമ്പോൾ ചെറിയ കുട്ടിയാകുമ്പോൾ കേട്ടോ. പിന്നെ നമ്മുടെ വീട് പണി കഴിഞ്ഞ് വാഷ് ബേസ് ഒക്കെ വെച്ചപ്പോൾ ഫുള്ള് പിന്നെ അകത്ത് നിന്നിട്ടാണ് പല്ലേപ്പൊക്കെ ഉള്ളത്. ഇവിടേക്ക് പുറത്തേക്ക് തീരെ ഇറക്കാറേ ഇല്ല കേട്ടോ. സത്യം പറയാച്ചെങ്കിൽ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ കാറ്റും കൊണ്ട് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര നല്ല രസമാണ് കേട്ടോ. പക്ഷെ നമുക്ക് പെട്ടെന്ന് പോകേണ്ട തിക്കും തിരക്കിലൊക്കെ നമ്മൾ വേഗം വാഷ് ബേസിൻ്റെ അടുത്ത് പോകും, പല്ലേക്കും അങ്ങനെ നമ്മളെ കാര്യങ്ങളൊക്കെ. പക്ഷേ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ വന്നിട്ട് ഓരോ കാഴ്ചകൾ കൊണ്ട് പല്ലേക്കണം കേട്ടോ. നല്ല രസമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇതേ നമ്മുടെ ബെഡ്ഷീറ്റും നമ്മുടെ റൂമൊന്ന് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ റൂമിൻ്റെ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയുണ്ട്. അപ്പോൾ ഉണ്ണിയുടെ ഓരോ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് വെക്കേട്ടോ. ആക്ച്വലി ഉണ്ണിയുടെ ഈ നുറുങ്ങ് സാധനങ്ങൾ എടുത്തേക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഭ്രാന്ത് വരും കേട്ടോ. നമ്മൾ നല്ല വൃത്തിയിൽ അടക്കി പറക്കി വെച്ചാലും ഏതെങ്കിലും ഒരു ചെറിയൊരു സംഭവം നമ്മൾ ഒന്ന് എടുത്തു കഴിഞ്ഞു വെച്ചാൽ പിന്നെ എല്ലാം കൂടിയിട്ട് ആകെ എന്താ പറയുക വലിച്ചു വരി ഇട്ട പോലും എത്ര ഒതുക്കിയിട്ടും കാര്യമില്ല കേട്ടോ. അച്ഛനെ ടാങ്ക് ക്ലീൻ ചെയ്യുമ്പോൾ ഫുള്ള് വെള്ളം അടിച്ച് വറ്റിച്ചിട്ടല്ലേ പിന്നെ ക്ലീൻ ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് പേടി തുടങ്ങി. നമ്മൾ അമ്മയ്ക്ക് തിരുമ്പാനും കുറേ ഉണ്ട്. ആ സമയത്ത് അങ്ങനെ ഇനി കറണ്ടും കൂടി പോയാൽ നമ്മൾ ശരിക്കും പെടുന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ വേഗം എല്ലാ കാര്യങ്ങളും മോട്ടൊക്കെ അടിച്ചിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റാക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാനിത് തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് പിന്നെ നമ്മുടെ റൂമിൻ്റെ അവിടെ ജനലയുടെ മുകളിലത്തെ പൊടിയൊക്കെ തട്ടാന്ന് വിചാരിച്ചിട്ട് ഫുൾ അവിടെ ക്ലീൻ ചെയ്യാം കേട്ടോ. ജനല ക്ലീൻ ചെയ്യാനല്ല ഏറ്റവും ടാസ്ക് ഈ ഡ്രസ്സിംഗ് ടേബിൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഇങ്ങനെ കുറേ ഐറ്റംസ് വെച്ച കാരണം നമ്മളെല്ലാതും എടുക്കും. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് ആകെ പരന്ന പോലെയൊക്കെ എടുക്കുക കേട്ടോ. പിന്നെ ഉണ്ണിയുടെ മെഡിസിൻ ഉണ്ടാവും. അപ്പം എല്ലാം കൂടി അങ്ങനെ ആകെ എത്ര ഒതുക്കിയാലും ഇങ്ങനെ പരന്ന് എപ്പോഴും കിടക്കുക. അപ്പം ഞാൻ എല്ലാ ദിവസവും ഓരോന്നും ഇങ്ങനെ ഇറക്കി പറക്കി വെക്കും. അപ്പം പിന്നെ എല്ലാതും ഇങ്ങനെ നിരത്തി വെക്കണ കാരണേ ഫുള്ളാകെ പരത്തി എടുക്കണം പോലെയാണ് നമുക്ക് കാണുമ്പോൾ തോന്നുക കേട്ടോ. അങ്ങനെ ഞാനിതേ ഫുള്ള് ക്ലീൻ ചെയ്യുന്ന സമയത്താണ് എനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആദർശമായിട്ട് വന്നിട്ട് വേഗം എൻ്റെ അടുത്ത് ഡ്രസ്സ് മാറിയിട്ട് വരാൻ പറഞ്ഞു കേട്ടോ. ഞാൻ ആ ചങ്ങ ഫുള്ള് തലയിൽ വെളിച്ചിട്ട് വെച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ വേഗം പോയിട്ട് ഓടി മേല് കഴുകിയിട്ട് ചേട്ടൻ്റെ ഒപ്പം പോകുന്നു കേട്ടോ. ചേട്ടൻ്റെ ഒപ്പം വടക്കാഞ്ചേരിക്കാണ് പോകണം. ചേട്ടനെ ഇവിടെ ഒരു ജോബ് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ ഞാനും വേണമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ചടപടയെന്ന് ഞാൻ തലയിൽ എണ്ണയും വെച്ചിട്ട് കഴിഞ്ഞിട്ട് ഞാൻ പോന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ചങ്ങ ഭയങ്കര ചടപ്പായിട്ട് ഓൾറെഡി എനിക്ക് തലയിൽ വെളിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ തേച്ച് എനിക്ക് വയ്യാതെ കേട്ടോ. എപ്പോഴും നീർവീഴ്ച വന്നിട്ട് തുമ്മിയിട്ട് ഞാൻ സൈഡാവും വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ. ഞാൻ ആ ചങ്ങ തലേന്ന് ഫുള്ള് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഫുള്ള് നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അങ്ങോട്ട് പോകുന്നു. പിന്നെ ചേട്ടൻ എന്തോ പ്രിന്റും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ടായിരുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ 11:30 ആകുമ്പോഴേക്കും അവരങ്ങോട്ട് ചെല്ലാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുള്ള് ഓട്ടപ്പെടിച്ചിലായിരുന്നു കേട്ടോ. ആദർശമായിട്ട് വേഗം പോയിട്ട് പ്രിന്റ് എടുക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി കുറേ ഓടി നടന്നു കേട്ടോ. ഞാൻ ആ ചങ്ങ സമയത്ത് കാറിലിരിക്കും ചെയ്തു. എൻ്റെ ഭഗവാനെ കാറിലിരുന്ന് ഞാൻ ശരിക്കും പെട്ട പോലെയായിരുന്നു കേട്ടോ. ആദർശമായിട്ട് പോയിട്ട് ഒരു 3-4 മിനിറ്റ് എനിക്ക് വലിയ സീൻ ഉണ്ടായില്ല കേട്ടോ. പിന്നെ ഒടുക്കത്ത് ചൂടായി തുടങ്ങി. മനുഷ്യനാകെ വിശർത്ത് കുളിച്ചൊരു ഇതായിട്ടോ. ചേട്ടനാച്ചങ്ങ് കുറേ ഇങ്ങോട്ടോടും കുറേ സാധനങ്ങൾ ഇവിടുന്ന് എടുക്കും. അതിൻ്റെ പ്രിന്റ് എടുക്കാനും അതിൻ്റെ ഓരോ മുദ്ര പേപ്പർ വാങ്ങിക്കാനൊക്കെ വേണ്ടി ഫുള്ള് ഇവിടെ ഈ ഓടി നടത്തന്നെയായിരുന്നു കേട്ടോ. ഞാനിത് വിയർത്ത് കുളിച്ചു തുടങ്ങിട്ടോ. പിന്നെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. ചേട്ടൻ വരണ വരെ കാറിൽ ഇരിക്കാന്നല്ലാതെ വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ കൈമെന്നും മുഖത്തൊക്കെ ആകെ ഇങ്ങനെ വിയർപ്പ് തുള്ളി ചുറ്റി വരികയായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നമ്മളിത് ചേട്ടൻ്റെ ഓഫീസിലെത്തിയിട്ടാ. അപ്പൊ പിന്നെ ഇവിടുന്ന് ആണ് നമ്മുടെ ടൈം ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു.
വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ ഏകദേശം ഒരു 1.25 മണിക്കൂർ നേരം ഇവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ആകെ അവതാളത്തിലായി. കാരണം വീട്ടിൽ കുറേ പണികളുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്. അപ്പം അതിൻ്റെ ഫുള്ള് ടൈമിങ് തെറ്റിണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബാങ്കിൽ പോയിട്ട് പൈസ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇന്ന് ഫുള്ളൊരു കെട്ടിത്തിരിച്ചിലായിരുന്നു കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് വന്നൊരു അവസ്ഥയായിരുന്നു. ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ ഓടി നടന്ന് സെറ്റാക്കിക്കൊണ്ട് നിൽക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുത്തെ ഓരോ എല്ലാതും ഏറെക്കുറെയൊക്കെ ഓക്കെ ആക്കിയിട്ട് പിന്നെ നമുക്ക് വീട്ടിലേക്ക് പച്ചക്കറിയൊക്കെ വാങ്ങിക്കേണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ആദർശനം പോയിട്ട് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ എനിക്ക് ശരിക്കും സന്തോഷിച്ചിട്ട് ഇരിക്കാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കൊളാബറേഷൻ്റെ വർക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിളിയോട് വിളി. അപ്പോൾ അതിൻ്റെ ഐറ്റംസ് എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ പർപ്പിളിൻ്റെ സ്റ്റോറിൽ പോയിട്ട് കുറേ ഐറ്റംസ് ഒക്കെ എടുത്ത് അതൊക്കെ ക്ലിയർ ചെയ്യേണ്ട ഒരു ഇതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഏതാണ്ട് 3 മണി ആവാറായിട്ടുണ്ടായിരുന്നു. ഉണ്ണി നമ്മുടെ അമ്മയുടെ അടുത്തായിരുന്നു. പിന്നെ അവൻ്റെ നഖമൊക്കെ വെട്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ പന്തലിൻ്റെ ആൾക്കാർ ഇതേ അവിടെ വന്നു തുടങ്ങി കേട്ടോ. നമ്മുടെ വീട്ടിൽ കിരഞ്ചേട്ടുണ്ട്. പിന്നെ ഞാനും ആദർശാനും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അമ്മ ഇതേ ഫുഡൊക്കെ എടുത്തു തന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് വേഗം ഫുഡ് കഴിക്കാൻ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാണ്ട് എനിക്കിത് ഫുള്ള് ടെൻഷൻ അടിച്ച് നടന്നൊരു ദിവസമാണ് കേട്ടോ. ഓരോ കാര്യങ്ങളും ഇങ്ങനെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ കിരഞ്ചേട്ടനും അച്ഛമ്മയും അമ്മമ്മയും എല്ലാവരും ഉണ്ട്. അവരുണ്ണീനെ കളിപ്പിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പം ഞാനും ആദർശാനും പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് ഓരോ കാര്യങ്ങൾ വേഗം വേഗം തീർക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ വേഗം സെറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുമ്പോൾ പുലർച്ചെ ഒരു 3:30 കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ മൂക്ക് അടങ്ങിയിട്ടേക്ക് തീരെ സുഖമില്ല കേട്ടോ. പിന്നെ കിരഞ്ചേട്ടൻ ഷേക്കൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഷേക്ക് അടിക്കുന്ന വീഡിയോസിനൊക്കെ എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഞാൻ അപ്പുറത്തെ ഓരോ വർക്കിൻ്റെ കാര്യത്തിലായിട്ട് ഫുൾ തിരക്കായിരുന്നു. അപ്പോൾ കിരഞ്ചേട്ടൻ നമുക്ക് ഷേക്കൊക്കെ അടിച്ച് കൊടുക്കുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇത് കുടിക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ വർക്കിൻ്റെ കാര്യം എല്ലാം കൂടിയിട്ട് ഫുള്ള് തിരക്കാട്ടോ. പിന്നെ ഇത് ആദർശേട്ടൻ നൂലുകെട്ടിന് ഇങ്ങനത്തെ ഒരു സെറ്റായിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ എല്ലാ ഐറ്റംസും ഉണ്ട്. കരിവളയും ഉണ്ണിയുടെ ഇടംപിരി വലംപിരി അങ്ങനെ വേണ്ട എല്ലാ ഐറ്റംസും സെറ്റായിട്ട് കിട്ടണ ഒരു ഇത് നമ്മൾ വടക്കാഞ്ചേരിയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ ചേട്ടൻ. അങ്ങനെ അമ്മ ഇത് ഫുൾ അതൊക്കെ എടുത്ത് നോക്കാൻ കേട്ടോ. അച്ഛനും ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നിത്താരക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. കുറേ പേര് ഇപ്പോഴും നിത്താരക്കുട്ടീനെ ചോദിക്കുന്നുണ്ട്. നിത്താരക്കുട്ടി അവരുടെ മാമൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ പോയേക്കാൻ കേട്ടോ. അപ്പം ഈ വെച്ച് ഇതേ ഉണ്ണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിത്താരക്കുട്ടി ഇതേ ഉണ്ണിക്ക് ഇതേ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അവൾ ഇന്ന് തന്നെ തിരിച്ചുള്ള മമ്മൻ്റെ വീട്ടിൽ പോട്ടാ. വെക്കേഷൻ അല്ലേ കഴിഞ്ഞ് അവൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്താവും വരുന്നുണ്ടാവുക കേട്ടോ. പിന്നെ ഇത് സ്റ്റേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹോളിലായിട്ട് സ്റ്റേജ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഹാളിൽ സെറ്റ് ചെയ്യാൻ വേറെ എവിടെയും സ്ഥലമില്ല. നമ്മുടെ വീട്ടിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ വീടിൻ്റെ അകത്ത് ഹോളിലായിട്ട് സെറ്റ് ആക്കുന്നത്. ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് തന്നെ വേഗം വേഗം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി തന്നു. പിന്നെ നമ്മുടെ കുഞ്ഞിച്ചക്ക് ഇത് ഉറങ്ങി കഴിഞ്ഞിട്ട് ആദർശേൻ്റെ മേത്ത് ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. അവൻ കുറേ നേരം കളിച്ചു. പിന്നെ മൂപ്പർക്കൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നെയ്സായിട്ട് ഇങ്ങനെ വാശി പിടിച്ചു തുടങ്ങി. അമ്മമ്മ ഇത് വേറെ എവിടെ സ്ഥലം ഇരിക്കാൻ സ്ഥലമില്ലാതെ അടുക്കളയുടെ ഈ സൈഡിൽ കുത്തിയിരിക്കുന്നുണ്ട് കേട്ടോ. അവൻ ആദർശേൻ്റെ ഉണ്ണീനെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. പിന്നെ ഞാനിത് നമ്മൾ നിത്താരക്കുട്ടി കൊടുക്കുന്ന ഗിഫ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കുകയായിരുന്നു കേട്ടോ. കഴിച്ചപ്പത്ത് നിത്താര ചേച്ചി കൊടുത്തതാട്ടോ നമ്മളെ ചെക്കന്. അമ്പോ സൂപ്പർ. ഇതിട്ടിട്ട് ചെക്കൻ അലക്കലക്കുന്നു. നല്ല രസമുണ്ടല്ലേ. പിന്നെ ഇതേ വെളിച്ചനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് പോയിക്കൊണ്ട് നിൽക്കാൻ കേട്ടോ. പിന്നെ സ്റ്റേജിൻ്റെ പണി ഏറെക്കുറെ സെറ്റാക്കി കേട്ടോ. പിന്നെ അവരിത് ലൈറ്റൊക്കെ അവിടെ സെറ്റാക്കാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തെന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല അഫോർഡബിൾ ആയ റേറ്റും ആണ് കേട്ടോ. എനിക്ക് ശരിക്കും വിഷമമായിട്ടോ. എൻ്റെ കല്യാണത്തിൻ്റെ കാര്യം ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ്. എൻ്റെ കല്യാണത്തിൻ്റെ സ്റ്റേജാണ് ഏറ്റവും കൊളായിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ അത്രയും പൈസ കൊടുത്തിട്ട് ആകെ തട്ടിക്കൂട്ടി രീതിക്കായിട്ട് നമ്മുടെ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഇത്രയും ചെറിയ പൈസയ്ക്ക് ഇത്രയും പ്രീമിയം ലുക്കിൽ ചെയ്തിരുന്നു ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ എപ്പോഴും ഇതന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ തൃശ്ശൂരുള്ളവരച്ചങ്ങ് ധൈര്യമായിട്ട് ഇവരെന്നെ കോൺടാക്ട് ചെയ്യാട്ടോ. അത്രയും നല്ല അഫോർഡബിൾ റേറ്റിനാണ് ഇവർ ചെയ്ത് തരുന്നത്. ഇവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞുകൊണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും കൊളാബ് ചെയ്തിട്ടാണ്. പിന്നെ 5 നിമിഷം കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ണിയും. അപ്പോൾ ഉണ്ണി പിന്നെ അച്ഛൻ്റെ അടുത്ത് ഭയങ്കര സെറ്റാണ്. അച്ഛനായിട്ട് ഭയങ്കര കമ്പനിയായിട്ടോ. പിന്നെ അച്ഛൻ്റെ അടുത്ത് ഇരുന്ന് കളിച്ചോളും. പിന്നെ ഞങ്ങളിരുന്ന് ഓരോ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാനും കേട്ടോ. വിഷ്ണുവിൻ്റെ കല്യാണ സമയത്ത് എന്ത് പാവം പിടിച്ച കുട്ടിയാണെന്നറിയോ. ഇപ്പൊ അവനൊരു ഭാഗത്ത് അടങ്ങിയിരിക്കില്ല കേട്ടോ. ഫുള്ള് അങ്ങനെ ഓടിയോണ്ട് നടക്കുകയാണ് അവൻ്റെ പണി. പിന്നെ അമ്മ ഉണ്ണിയുടെ മേലൊക്കെ തുടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ വിഷ്ണുവേട്ടൻ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കാനിട്ടാ. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പന്തലിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ആ ചേട്ടനൊക്കെ പോയിട്ടാ. പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇവിടെ വർത്താനം പറഞ്ഞിട്ട് കുറേ ടൈം ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ അതേ ഉണ്ണിയുടെ ഡ്രസ്സൊക്കെ മാറ്റി അവനെ സെറ്റാക്കിയിട്ട് അവൻ്റെ അഞ്ചുമ്മയുടെ അടുത്ത് കൊടുത്തുട്ടാ. അപ്പം അഞ്ചു ഇതേ ഉണ്ണീൻ്റെ അടുത്ത് അങ്ങനെ നടക്കാനട്ടാ. ഇപ്പം നല്ല പാവം കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നാളെ എന്താവും അറിഞ്ഞൂടാട്ടോ. ഇത്രയും ആൾക്കാരൊക്കെ കൂടും ബലം ബാക്കൊന്ന് ദൈവത്തിന് അറിയാട്ടോ.
അങ്ങനെ ഇതേ മറ്റേ അയിലോട്ടെന്നതേ അവിടെ കിടന്നിട്ട് ഫുള്ള് അലമ്പാണ് കേട്ടോ. അവരിങ്ങനെ എല്ലായിടത്തും കൂടിയും ഓടി നടക്കണം, അങ്ങനെ അത് പിടിച്ച് വലിക്കണം, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ഒരുപാട് നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോഴേക്കും വല്യമ്മയുടെ വിളി വന്നു തുടങ്ങി. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇതേ ഇവർ രണ്ടുപേരും കൂടിയിട്ട് വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. അപ്പം നാളെ നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ടാ. പിന്നെ ഇത് കിരൺ ചേട്ടനും മാതൃശേട്ടനും കൂടിയിട്ട് ഉണ്ണിയുടെ നെയിം റിവീൽ ചെയ്യുമല്ലോ, ആ സംഭവം വാങ്ങിക്കാൻ വേണ്ടി പോയേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവരിതേ അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. ഇനി അത് ഇവിടെ സെറ്റാക്കണം. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ അവരവിടെ നോക്കാൻ കേട്ടോ. പിന്നെ അച്ഛത്തെ ഫുഡ് കഴിക്കാനുണ്ടോ, ആർക്കും ഫുഡ് വേണ്ട, കുറച്ചുണ്ട് കഴിക്കാൻ അങ്ങനെ പറഞ്ഞിട്ട് നിൽക്കാട്ടോ. അച്ഛന് വെച്ചപ്പോൾ അച്ഛൻ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതേ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി വരുന്ന സമയത്ത് ഞാൻ കുളിക്കാൻ പോയിക്കായിരുന്നു. എനിക്ക് അച്ഛൻ്റെ കുളിയിൽ നിന്ന് കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഷാമ്പു ഒക്കെ ഇട്ട് കഴുകി ഫുള്ള് കുറേ നല്ല പണി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് അവൾ ഉണ്ണീനെ ആട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. അപ്പോൾ ഇതേ കിരൺ ചേട്ടനും തേജപ്പനെ കൂടിയിട്ട് ആ സംഭവങ്ങളൊക്കെ അവിടെ അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ണിന്റെ അടിയിൽ അണ്ടർ ഐ ക്രീം തേച്ചിട്ട് ഇരിക്കണ്ട. എന്റെ കണ്ണിന്റെ അടിക്ക് ഭയങ്കര ഉറക്കം റെഡിയാവാത്തോണ്ട് കിട്ടിയൊരു സമ്മാനമാണ് കേട്ടോ. പിന്നെ ഇത് എല്ലാവരും ഫുഡൊക്കെ വെച്ച് സമയത്ത് 10:10 ആയിട്ടുണ്ടായിരുന്നു. അച്ഛൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് കിടക്കാൻ വേണ്ടി നിൽക്കാട്ടോ. അമ്മ ഇതേ ഉണ്ണീനെ ഉറക്കാൻ വേണ്ടി നിൽക്കാണ്. അപ്പൊ ഒരു പാല് കൊടുത്തപ്പോൾ ഇവൻ ഡ്രസ്സിലാകെ ഛർദ്ദിച്ചു. അങ്ങനെ അവന്റെ ഡ്രസ്സൊക്കെ മാറ്റി. ഇനിയിപ്പോ എന്തായാലും പോയി കിടന്നുറങ്ങണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.